ഇന്നത്തെ നമ്മുടെ പേഷ്യൻ്റ് ഒരു സ്വിഫ്റ്റ് പെട്രോളാണ്. അപ്പോൾ ഈ സ്വിഫ്റ്റിൻ്റെ കംപ്ലയിൻറ്റ് എഞ്ചിൻ്റെ ഉള്ളിൽ നിന്നൊരു നോക്കിംഗ് സൗണ്ട് ഉണ്ട്. അതായത് ഈ കണക്റ്റിംഗ് ഡാഡൊക്കെ അടിക്കുന്ന പോലെ ഒരു സൗണ്ട്. അപ്പോൾ കണക്റ്റിംഗ് ഡാഡിൻ്റെ ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ക്രാങ്ക് കേസ് അഴിച്ച് നോക്കി. ക്രാങ്ക് കേസ് അഴിച്ച് നോക്കിയപ്പോഴേ നമുക്ക് മനസ്സിലായി സംഭവം പ്രശ്നം ചെറുതല്ല, കുറച്ച് സീരിയസ് ആണെന്ന്. കാരണം ഓയിൽ മാറാണ്ട് കിടന്ന് ഓടിയിട്ട് ഓയിലിൻ്റെ ലിക്വിഡ് ഫോമൊക്കെ മാറി ഓയിൽ ഗ്രീസ് പോലെ ആയിട്ട് എഞ്ചിൻ്റെ എല്ലാ ഭാഗങ്ങളിലും കയറി പിടിച്ചിട്ടുണ്ട്. കണ്ടോ, എല്ലാ ഭാഗങ്ങളിലും കയറി അടഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ കാണുന്നതാണ് ഓയിൽ സ്ട്രെയിനർ. ഈ ഒരു സ്ട്രെയിനർ വഴി അല്ലാണ്ട് ഓയിൽ പമ്പ് ഓയിൽ വലിച്ച് എഞ്ചിന് സപ്ലൈ ചെയ്യില്ല. ഈ ഒരു സ്ട്രെയിനർ വഴി മാത്രമേ ഓയിൽ പമ്പ് ഓയിൽ വലിച്ചെടുക്കുകയുള്ളൂ. അപ്പോൾ ഈ സ്ട്രെയിനർ ഏതായാലും ഫുൾ അടഞ്ഞിരിക്കുക. അപ്പോൾ എഞ്ചിൻ്റെ ഒരു ഭാഗത്തേക്കും ഓയിൽ ചെല്ലില്ല എന്നുള്ള കാര്യത്തിൽ ഉറപ്പായി. അപ്പോൾ നോക്കിംഗ് സൗണ്ട് വരാൻ ഇനി പ്രത്യേകിച്ച് വേറെ കാരണങ്ങളൊന്നും വേണ്ട. ഇനി എഞ്ചിൻ്റെ ഏതൊക്കെ ഭാഗങ്ങൾ കംപ്ലൈൻ്റ് ആയിട്ടുണ്ട് എന്ന് മാത്രം നോക്കിയാൽ മതി. ഇപ്പോൾ ഈ കാണുന്നത് വാൽവ് കവർ ഓപ്പൺ ചെയ്തിട്ടുള്ള ഭാഗങ്ങളാണ് കേട്ടോ. ഈ ക്യാമിൻ്റെ ഒക്കെ ഭാഗങ്ങളാണ്. എല്ലായിടത്തും ഓയിലിൻ്റെ സ്റ്റെയിൻ ഉണ്ട്. അതായത് ഓയിൽ ഗ്രീസ് പോലെ വന്നിട്ട് എല്ലായിടത്തും കയറി പറ്റി പിടിച്ചിട്ടുണ്ട്. ടെൻഷനറൊക്കെ കണ്ടോ. ഇവിടെയൊക്കെ നല്ല രീതിയിൽ ഓയിൽ വരേണ്ട ഭാഗങ്ങളാണ് ഈ ചെയിനിൻ്റെ ഭാഗത്തൊക്കെ. എല്ലായിടത്തും ഗ്രീസ് പോലെ പിടിച്ചിരിക്കുക. അതായത് ഓയിൽ മാറാണ്ട് കിടന്ന് ഓടിയിട്ടാണ്. ഓയിലിൻ്റെ ആ ഒരു ടൈം കഴിഞ്ഞിട്ടും ഒരുപാട് ഓടിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനത്തെ അവസ്ഥ ഉണ്ടാകുന്നതല്ല. ഇപ്പോൾ ഈ കാണുന്നത് അതിൻ്റെ ടൈമിംഗ് കവറാണ് കേട്ടോ. ഈ ടൈമിംഗ് കവറിൻ്റെ ഈ ഒരു ഭാഗത്ത് റൗണ്ട് ഷേപ്പിൽ കാണുന്നതാണ് അതിൻ്റെ ഓയിൽ പമ്പ്. അതായത് ക്രാങ്ക് കേസിലുള്ള ഓയിലിനെ വലിച്ചെടുത്ത് എഞ്ചിൻ്റെ ലൂബ്രിക്കേഷൻ ആവശ്യമുള്ള മറ്റു ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്ന സാധനം. അപ്പോൾ നേരത്തെ കാണിച്ച സ്ട്രെയിനർ അടഞ്ഞിരിക്കുന്നുണ്ട് തന്നെ ഈ പമ്പിലേക്ക് ഓയിലെത്താൻ യാതൊരു ചാൻസും ഇല്ല. ഇപ്പോൾ ഈ കാണുന്നത് ടൈമിംഗ് ചെയിൻ്റെ ടെൻഷനറാണ് കേട്ടോ. ചെയിൻ അഡ്ജസ്റ്റർ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഈ റൈറ്റ് ഇങ്ങനെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് അടിക്കുന്ന റൈറ്റ് അല്ല. ഓയിൽ പ്രഷർ വരുമ്പോൾ നല്ല രീതിയിൽ ലോഡായിട്ട് ചെയിനെ കംപ്രസ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് നിർത്തുന്നൊരു സാധനമാണിത്. അതായത് ചെയിനിൻ്റെ ടൈമിംഗ് മാറാതെയും ചെയിൻ സ്ലിപ്പാകാതെയൊക്കെ ചെയിനെ അഡ്ജസ്റ്റ് ചെയ്ത് നിർത്തുന്നത് ഈ ഒരു ടെൻഷനറാണ്. അപ്പോൾ ഓയിൽ വരാണ്ടായപ്പോൾ അത് ലൂസായി. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ടൈമിംഗ് മാറാനും അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു അടിപ്പ് കൊണ്ടിട്ട് ഈ ഒരു അടിപ്പ് കൊണ്ടിട്ട് എഞ്ചിൻ്റെ ഉള്ളിൽ നിന്ന് നോക്കിംഗ് സൗണ്ട് കേൾക്കാനൊക്കെ ചാൻസ് ഉണ്ട്. ഈ ഒരു ടെൻഷനർ നോർമലി അകത്തേക്കും പുറത്തേക്കും വെറുതെ ഇങ്ങനെ അനങ്ങുന്നൊരു സാധനമല്ല. വണ്ടിയുടെ ഷോക്ക് അബ്സോർബറൊക്കെ പോലെ തന്നെ അകത്തേക്ക് നമ്മൾ എത്രത്തോളം തള്ളിയാലും അതേ ഫോഴ്സിൽ തന്നെ തിരിച്ചു വരുന്നൊരു സാധനമാണ്. ഇപ്പം അത് കംപ്ലൈൻ്റ് ആയിട്ടിട്ടാണ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ കിടന്ന് അനങ്ങുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഈ പേഷ്യൻ്റെ കണ്ടീഷൻ കുറച്ച് സീരിയസ് ആണ്. ഒരു മേജർ സർജറി വേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറ്റി മെയിൻ സർജറി ഏൽപ്പിച്ചിട്ടുണ്ട്. സോ ഇറ്റ്സ് എ ഹെഡ് സർജറി. അപ്പോൾ ഇതാണ് നമ്മുടെ സ്വിഫ്റ്റ് പെട്രോളിൻ്റെ ഹൃദയം അഥവാ എൻജിൻ. അപ്പം നമ്മളവനെ പൊക്കിയിട്ടുണ്ട്. ഇനി ഇത് കഴിഞ്ഞിട്ട് ഇവനെ ഫുള്ളൊന്ന് കീറി മുറിച്ചിട്ട് ഉള്ളിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്ന് നോക്കിയിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ. ഓക്കെ. അപ്പോൾ നമ്മൾ ഹെഡ് പൊക്കിയിട്ടുണ്ട്. ഹെഡ് പൊക്കി നോക്കിയിട്ട് ഗ്യാസ്കറ്റിന് പ്രത്യേകിച്ച് കംപ്ലൈൻ്റ് ഒന്നും കാണുന്നില്ല. ഗ്യാസ്കറ്റ് പോയായിട്ടൊന്നും കാണിക്കുന്നില്ല. പക്ഷേ സിലിണ്ടറിൽ സ്ക്രാച്ചസ് വീണിട്ടുണ്ട്. സിലിണ്ടർ സ്ലീവിൽ, അതായത് വണ്ടി ചൂടായ വണ്ടികളിലൊക്കെ പിസ്റ്റൺ പിടിച്ച പോലെ സിലിണ്ടർ സ്ലീവിൽ സ്ക്രാച്ചസ് ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് നോക്കണം. പിസ്റ്റൺ പിടിച്ചിട്ടുണ്ട്, പക്ഷേ പിസ്റ്റൺ പിടിച്ചതായിട്ടുള്ള യാതൊരു സംഭവങ്ങളും വണ്ടി കാണിച്ചതുമില്ല. അപ്പോൾ അതെന്താണെന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ ക്രാങ്ക് ഷാഫ്റ്റും കാര്യങ്ങളൊക്കെ അഴിച്ചു നോക്കി. പ്രത്യേകിച്ച് പ്രശ്നമൊന്നും അവിടെ കണ്ടില്ല. പക്ഷേ ഈ ഒരു പിസ്റ്റൺ പിന്നിന് ചെറിയൊരു പ്രശ്നമുണ്ട്. അതായത് ഇപ്പോൾ ഈ കണക്റ്റിംഗ് ഡാഡ് കണക്ട് ചെയ്തിരിക്കുന്ന ആ ഒരു പിസ്റ്റൻ്റെ അടിയിലുള്ള ഭാഗമാണ് പിസ്റ്റൺ പിന്നെന്ന് പറയുന്നത്. ആ ഒരു പിന്നിൽ ഈ കണക്റ്റിംഗ് ഡാഡ് ഇങ്ങനെ ഫ്രീ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങേണ്ടതാണ്. അപ്പോൾ ബാക്കി 3 സിലിണ്ടറിലും അനങ്ങുന്നുണ്ട്. പക്ഷേ ഈ ഒരു പിസ്റ്റണിൽ മാത്രം ആ ഒരു പിന്ന് സ്റ്റക്കാണ്. അതായത് കണക്റ്റിംഗ് ഡാഡിലെ പിന്ന് സ്റ്റക്കായിട്ട് ആ പിന്നാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ആ പിസ്റ്റണിൽ അനങ്ങുന്നത്. അപ്പോൾ ബാക്കി 3ഉം ഓക്കെയാണ്, കുഴപ്പമില്ല. പക്ഷേ ആ ഒരു കണക്റ്റിംഗ് ഡാഡ് മാത്രം അനങ്ങുമ്പോൾ ചെറിയൊരു അനക്കം വരുമ്പോൾ തന്നെ പിസ്റ്റൺ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്നുണ്ട്. അപ്പോൾ ഇതും വലിയൊരു സൗണ്ട് ഉണ്ടാകാനുള്ള ചാൻസ് ഉള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ പിസ്റ്റൺ അഴിച്ച് നോക്കി. 4 പിസ്റ്റണും സിലിണ്ടറിൻ്റെ ഉള്ളിൽ പിടിച്ചിട്ടുണ്ട്. അതായത് സിലിണ്ടറിൻ്റെ ഉള്ളിലും സ്ക്രാച്ചസ് ഉണ്ട്. പിസ്റ്റൻ്റെ സൈഡിലും ഇതുപോലെ നല്ല രീതിയിൽ സ്ക്രാച്ചസ് ഉണ്ട്. ഇതിപ്പോൾ ഓയിലില്ലാതെ ഓടിയുകൊണ്ട് സംഭവിച്ചതായിരിക്കാം. അതിനാണ് ചാൻസ് കൂടുതൽ. ഇനി അതല്ലെങ്കിൽ ഇതിന് മുമ്പ് എപ്പോഴെങ്കിലും വണ്ടി ചൂടായതോ പിസ്റ്റൺ പിടിച്ചതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവമായിരിക്കാം, അറിയില്ല. അപ്പം ഈ ഒരു വണ്ടിയുടെ അവസ്ഥ പറയുകയാണെങ്കിൽ ശരിക്കും ഇങ്ങനെ ഒരു കംപ്ലയിൻറ്റ് ഇതിനുണ്ടെന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കത്തില്ല. കാരണം എഞ്ചിനൊക്കെ അത്രയ്ക്ക് സ്മൂത്തായിരുന്നു. ഒരു നോക്കിംഗ് സൗണ്ട് ഉണ്ടെന്ന് ഒഴിച്ച് ബാക്കി വേറെ ഒരു സൗണ്ടും ഇല്ല. ആ ഒരു നോക്കിംഗ് സൗണ്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ് എഞ്ചിൻ സ്റ്റാർട്ടാണെന്ന് പോലും നമുക്ക് അറിയാൻ പറ്റുന്നത്. വണ്ടിയുടെ ഉള്ളിലൊക്കെ കയറി ഗ്ലാസ്സൊക്കെ പൊക്കിയിട്ട് കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടിങ്ങിലാണെന്ന് ഒന്നും അറിയാൻ പറ്റില്ല. അതുപോലെ തന്നെ പെർഫോമൻസിൻ്റെ കാര്യത്തിലാണെങ്കിലും പവറിൻ്റെ കാര്യത്തിലാണെങ്കിലും
ഒരു കോംപ്രമൈസും ഇല്ലായിരുന്നു. അപ്പോൾ ഇങ്ങനൊരു കംപ്ലയിൻറ്റ് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എന്തായാലും അഴിച്ച് നോക്കിയത് നന്നായി. അപ്പോൾ വണ്ടികൾ ഉപയോഗിക്കുന്നവരൊക്കെ ഇത് ശ്രദ്ധിക്കുക. ഓയിലോ കാര്യങ്ങളൊക്കെ മാറാനുണ്ടെങ്കിൽ ടൈമിൽ മാറി വിട്ടേക്കുക. സർവീസൊക്കെ കൃത്യമായിട്ട് ചെയ്യുക. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചെറിയ പണികളൊക്കെ കിട്ടും. ചെറിയ പണിയല്ല, ഇത് കുറച്ച് വലിയ പണിയാണ്. എൻജിൻ കംപ്ലീറ്റ് ആയിട്ട് ഔട്ടായിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ബൈ.